ഈ മടിയുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും എളുപ്പത്തിലുള്ള ഒരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്തോഷമാണല്ലേ. അതായത് വേറെ ഒന്നും വേണ്ട, രണ്ട് സാധനം അത് വെച്ചിട്ട് മതി എന്ന് പറയുമ്പോൾ വീണ്ടും സന്തോഷമാവും അല്ലേ. അപ്പോൾ ആ സന്തോഷം ഇരട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയാണിത്. ഇത് നമ്മൾ പാലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് പൗഡറും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, എല്ലാ ഇതിൽ തന്നെ ഉണ്ട്. മധുരത്തിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. പാൽ ഇതേപോലെ നേരിയതായിട്ട് കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതി ആകുമ്പോൾ തന്നെ നമുക്ക് ഈ സംഭവം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ പൗഡറാണ്. അപ്പോൾ ഈ ചൈന ഗ്രാസിൻ്റെ പൗഡർ നമുക്ക് ടേസ്റ്റ് വരുന്നത് സ്ട്രോബെറി ഫ്ലേവറാണ്. സത്യത്തിൽ വേറെ ടേസ്റ്റിൽ ഫ്ലേവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ കണ്ട സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. ഇത് സംഭവം വേറൊന്നുമില്ലടോ, എളുപ്പമാണ്. തിളച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ നമുക്ക് ഏത് മോൾഡിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം, ഏത് ട്രെയിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഓവർനൈറ്റ് വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ സംഭവം റെഡി. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത സംഭവം നല്ല രീതിയിൽ തിളപ്പിച്ച് നല്ല കുറുകി വന്നപ്പോഴേക്കും ഒന്ന് തണുക്കാൻ വെച്ചു. എന്നിട്ട് നല്ല ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി ക്ലിങ് റാപ്പ് വെച്ച് അതൊന്ന് കവർ ചെയ്തു, നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി. അങ്ങനെയാണ് ഇന്ന് ഞാനത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡർ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതില്ലെങ്കിൽ പിന്നീട് കാണാൻ പറ്റില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇനിയും വീഡിയോ ഇടും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവണം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. മധുരം അത്യാവശ്യത്തിന് നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ വേണം എന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. എനിക്ക് നല്ല മധുരമായിട്ട് തോന്നി, വേണ്ടിയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ടെറ്റാ ബൈ. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും വരാം. സംഭവം സെറ്റായിട്ട് കഴിച്ചു നോക്കിയിട്ടൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുവരേക്കും നന്ദി, വണക്കം.